ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്റ്റാറാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ചാർട്ട് പേപ്പർ കൊണ്ടാണ് ഞാനിവിടെ സ്റ്റാർ ഉണ്ടാക്കുന്നത്. നമുക്ക് A4 ഷീറ്റ് കൊണ്ടും ഈ സ്റ്റാർ ഉണ്ടാക്കാൻ പറ്റും. ആദ്യമായിട്ട് ഈ ചാർട്ട് പേപ്പർ 4ആയിട്ട് നമ്മൾ മടക്കണം. മടക്കിയിട്ട് അത് ഓരോ പാട്ടായിട്ട് 4 പാട്ടായിട്ട് തരംതിരിക്കണം. ഇതുപോലെ നമ്മൾ 4ആക്കിയിട്ട് മടക്കിൻ്റെ എല്ലാ മൂല്യം ഒപ്പായിട്ട് 4ആക്കി മടക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്കിത് 4 പീസായിട്ട് കിട്ടും. അങ്ങനെ 4 പേപ്പറാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കോണായിട്ട് മടക്കുക. അതുപോലെ ഓരോ ഷീറ്റും അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മടക്കിയെടുക്കണം. മടക്കിയപ്പോൾ അതപ്പോൾ ഇങ്ങനത്തെ ഷേപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കണം. ഈ ഭാഗം നമുക്ക് മുറിച്ച് നിൽക്കണം. ഇത് കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്വയർ പീസ് കിട്ടിയിട്ടുണ്ട്. ആ സ്ക്വയർ പീസിന്റെ നടു സെൻട്രൽ ലൈനിലേക്ക് നമ്മൾ ഇതിങ്ങനെ മടക്കി കൊടുക്കുക. കറക്റ്റ് ഈ ഭാഗം ഈ സെന്ററിലേക്ക് മടക്കി കൊടുത്തു. ഇനി നമ്മൾ ഈ ഭാഗം മടക്കി കൊടുക്കുമ്പോൾ ഇതിന്റെ ഒരു തെറ്റിന്ന് കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് വേണം നമ്മൾ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കത് ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് നമ്മൾ ഇതാക്കി കൊടുക്കണം. അത് നമുക്ക് ഈ ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ മടക്കിയപ്പോൾ ഇതിന്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ ആക്കിയിട്ടാണ് മടക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടെ ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കണം. ഗമ്മ് ഒട്ടിക്കുമ്പോൾ നമ്മൾ അടിഭാഗം ഒട്ടാതെ നോക്കണം. അടിഭാഗം ഒട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗമ്മ് ഇങ്ങനെ കുറേശ്ശെ നമ്മൾ കൊടുത്തു പോവുക. അടിയിൽ തട്ടാത്ത ലെവലിൽ വേണം. പശ തേച്ചിന്റെ ഇനി നമ്മൾ ഇതിലേക്ക് ഒട്ടിക്കുക. അടിഭാഗം ഒട്ടാത്ത ലെവലിൽ നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കിട്ടുക. നമ്മളിങ്ങനെ കൂട്ടി ഒട്ടിക്കാൻ പാടില്ല. ഇവിടെ നമുക്ക് ഹോളായിട്ടുള്ള പൊസിഷനാണ് വേണ്ടത്. ഇതിന്റെ ഈ സ്കെയിലിൽ നമ്മൾ ഇതിന്റെ 4 സെന്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ആ പോയിന്റിൽ നിന്ന് 2 കോണിലേക്കും നമ്മൾ വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആ പോയിന്റിൽ നിന്ന് ഈ കോണിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക. നമ്മൾ സെന്ററിലേക്ക് ഇങ്ങനെ വരച്ചിട്ടില്ലേ, ആ ലൈനിലൂടെ നമ്മൾ അത് മുറിച്ച് നീക്കുക. മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കിട്ടുക. തുറന്നിട്ടുള്ള ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും. നടുഭാഗത്തുനിന്ന് 1 സെന്റിമീറ്ററിൽ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഒരു ത്രികോണം ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് വെട്ടിയെടുക്കണം. നമ്മൾ ഈ ത്രികോണാകൃതിയിൽ വരച്ചെടുത്തുള്ളത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടി. പിന്നെ അതുപോലെ തന്നെ ഈ 2 സൈഡും നമ്മൾ കുറേശ്ശെ വെട്ടി കൊടുക്കണം. അതെന്താണെന്ന് പറയുക, നമുക്ക് മുകളിലേക്ക് മടക്കി വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. മുകളിൽ ഈ 2 സൈഡും ഇങ്ങനെ സൈഡ് വെട്ടി കൊടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡും കുറച്ചിങ്ങനെ വെട്ടി കൊടുക്കുക. ഇപ്പം ഇങ്ങനെ വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മുകളിലേക്ക് ഒരു കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ ഈ ഷേപ്പിനനുസരിച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ വശത്തും ഇതിന്റെ മുകളിലേക്ക് ഇതെങ്ങനെ മടക്കി കൊടുക്കും. മുകളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ആ മടക്കിയ ഭാഗം നമുക്ക് മുറിച്ച് കളയണം. ഇത് മുറിച്ച് കളഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടി. ഈ ഭാഗത്ത് ഈ മുകളിലേക്ക് നിൽക്കണ ഭാഗം അപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കണം. അടയ്ക്കൂടെ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കിട്ടിയിട്ടുള്ളത്. അതിന്റെ ഒരു കോണായിട്ട് ഇതുപോലത്തെ 4 കോണ് കൂടിയും വേണം.
4 ഹോൾ. അതിന് മുൻപ് നമുക്ക് ഹോൾ പഞ്ച് എടുത്തിട്ട് നമ്മൾ ഇത് സൈഡിലൂടെ ഹോൾ ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്താൽ നമുക്ക് രാത്രി ലൈറ്റ് ഇടുമ്പോൾ നല്ല ഷോ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ ഹോൾ പഞ്ച് എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഹോൾ പഞ്ച് ഇല്ലാത്തവര് സൂചി കൊണ്ട് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആണി ഇറക്കി കഴിഞ്ഞാൽ അതുപോലത്തെ ഹോളുകൾ കറക്റ്റായിട്ട് വരും. അങ്ങനെ നമ്മൾ ഹോൾ പഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഹോൾ അടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് രാത്രി ലൈറ്റ് ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ അടിക്കാം. ഞാൻ ഏറ്റവും എളുപ്പമുള്ള ഷേപ്പ് എടുത്തു എന്ന് മാത്രം. അതുപോലെ 4 ചിറകിൻ്റെ മുകളിൽ ഇതുപോലെ ചെയ്യുക. ഇതുപോലെ നമ്മൾ 5 ചിറകുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ജോയിൻ്റാക്കി ഓരോന്നോരോന്നാക്കിയിട്ട് ജോയിൻ്റാക്കിയിട്ട് കൊണ്ടുപോകാം. ഇനി എല്ലാ ചിറകും പശ തേച്ച് ഒട്ടിക്കുകയാണ് വേണ്ടത്. അതിന് ഈ മടക്കുള്ള ഭാഗത്ത് പശ തേച്ചിട്ട് മടക്കില്ലാത്ത ഭാഗത്ത് ജോയിൻ്റാക്കി കൊടുക്കുകയാണ് വേണ്ടത്. പറഞ്ഞ് നൂല് കെട്ടാണ് വേണ്ടത്. ആ നൂല് കെട്ടാൻ വേണ്ടിയിട്ട് ഈ 2 സൈഡിലും ഇതുപോലത്തെ കട്ടിയുള്ള 2 കഷ്ണം കടലാസ് വെട്ടിയെടുത്തിട്ട് നമ്മൾ അത് ഈ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് നൂലിട്ടിട്ട് കൂട്ടി പിടിച്ച് കിട്ടുക. നമ്മൾ നൂലൊക്കെ ഇട്ടിട്ട് കെട്ടിയിട്ട് ഉണ്ട്. നമുക്ക് ബൾബ് ഇട്ടിട്ട് കാണാം. അങ്ങനെ നമ്മുടെ സ്റ്റാറിൽ ബൾബ് ഇട്ടു. നല്ല ഭംഗിയിട്ട് നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ കഴിയും. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.